മലദ്വാരത്തിലുണ്ടാകുന്ന ബ്ലീഡിങ്, എരിച്ചിൽ, വേദന, ഇത് പൈൽസ് ആണോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും മലദ്വാരത്തിൽ എന്ത് സിംറ്റംസ് ഉണ്ടെങ്കിലും ഡോക്ടറെ പൈൽസ് ആണെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ധാരണയാണ്. നമ്മുടെ മലദ്വാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടലിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു 4 to 5 സെൻറ്റിമീറ്റർ ഏരിയയാണ് നമ്മൾ മലദ്വാരം എന്ന് പറയുന്നത്, ഏനൽ കനാൽ എന്ന് പറയും അഥവാ. അവിടെ ഉണ്ടാവുന്ന 3 കോമൺ കണ്ടീഷൻസിൽ ഒന്നാണ് പൈൽസ്. 3 കോമൺ കണ്ടീഷൻസ്: പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. പൈൽസ് എന്ന് പറഞ്ഞാൽ ഹെമറോയിഡ്സ്, മൂലക്കുരു, അർഷസ് ഇങ്ങനെയുള്ള പേരുകളിൽ നമുക്ക് പറയാം. ഫിഷർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും മുറിവോ വിള്ളലോ വരുന്നതിനാണ് ഫിഷർ എന്ന് പറയുന്നത്. പിന്നെ ഫിസ്റ്റുല, ഭഗദ്ധരം. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് നമ്മുടെ പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഒക്കെ നോക്കി അവരൊന്ന് എക്സാമിൻ ചെയ്തതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കേണ്ട കാര്യമാണിത്. പൈൽസും ഫിഷറും രണ്ടും ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആണ്, രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഫിഷർ പറയാം. ഇപ്പോൾ ഫിഷർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലം പോകുമ്പോൾ മുറുകി പോവാം. അപ്പോൾ ബാത്റൂമിൽ പോയി സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ മലദ്വാരവും ഉള്ളിലുള്ള മലദ്വാരം പുറത്തുള്ള സ്കിൻ, അതിൻ്റെ രണ്ടിനും ജംഗ്ഷൻ നമ്മൾ ആനൽ വേർജ് എന്ന് പറയും. അവിടെ എന്തെങ്കിലും കീറൽ, വിള്ളലൊക്കെ വരിക, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്ലേഡ് കൊണ്ട് കീറിയ പോലെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് നെക്സ്റ്റ് ടൈം ബാത്റൂമിൽ പോകുമ്പം മലം അതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പം ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന, ഒരു എരിച്ചിൽ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. പിന്നെ മലം അതിൽ കൂടെ തട്ടിപ്പോകുമ്പം രക്തം വാർന്നു പോവാം. രക്തം നമുക്ക് കൈയൊക്കെ മുറിഞ്ഞാൽ പോകുന്നത് പോലെയുള്ള ബ്രൈറ്റ് റെഡ് ബ്ലീഡിങ് ആയിട്ടാണ് ഇവർ വരിക മലം പോകുന്ന സമയത്ത്. ഇതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മലദ്വാരത്തിലുള്ള കുറച്ച് രക്തക്കൊയിലുകളുണ്ട്, വെയിൻസ് എന്ന് പറയും നമ്മൾ. അതിനുണ്ടാവുന്ന നീർവീക്കത്തിനെ, അല്ലെങ്കിൽ അതൊന്ന് വീങ്ങി താഴേക്ക് തടിച്ചു ഒരു കുരുവായി മാറുന്നതിനാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. എല്ലാ ഡിസീസും നമ്മൾ പറയുന്ന പോലെ പൈൽസിന് നമുക്ക് ഒരു 4 സ്റ്റേജൊക്കെ ആയിട്ട് പറയാം, 1, 2, 3, 4. അപ്പോൾ ചിലപ്പോൾ ഈ 1ലും 2ലൊന്നും പേഷ്യൻസിന് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. എന്തെങ്കിലും കാരണവശാൽ ഒരു ഡോക്ടർ രോഗിയെ എക്സാമിൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നതാവാം. അതല്ലെങ്കിൽ പിന്നെ അവർ ബാത്റൂമിൽ പോകുമ്പം ബ്ലീഡിങ് ആയിട്ടാണ് വരിക. പെയിൻ ഒന്നും ഉണ്ടാവില്ല, പെയിൻലെസ് ബ്ലീഡിങ് ആണ് നമ്മൾ കോമൺലി ഈ പൈൽസിന് പറയുന്നത്. ഫ്രഷ് റെഡായിട്ട് ബ്രൈറ്റ് റെഡ് കളർ ബ്ലീഡിങ് ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് കാണുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ പാൻറ്റീസിൽ സ്റ്റെയിൻ ചെയ്ത് കാണുക എന്നുള്ളതാണ്. അതാണ് ഒരു സിംറ്റംസ്, പെയിൻലെസ് ബ്ലീഡിങ് ആയിട്ട് വരിക. രണ്ടാമത്തേത് ഒരു കുരു പോലെ എന്തെങ്കിലും ഒരു തടിപ്പ് അവർക്ക് മലദ്വാരത്തിൻ്റെ പിൻഭാഗത്ത് അനുഭവപ്പെടുക. അപ്പോൾ ഞാനീ പറഞ്ഞ സ്റ്റേജ് 1ലും 2ലൊക്കെ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ മലദ്വാരത്തിലുള്ള വെയിൻസിൻ്റെ തടിപ്പാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളിലാണ് കാണുന്നത്. അപ്പോൾ സ്റ്റേജ് 1ലും 2ലൊന്നും ഇവർക്കത് പുറത്തേക്കൊരു തടിപ്പായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത സ്റ്റേജിലേക്ക് അതൊന്ന് വലുതായി 3 ഒക്കെ ആവുന്ന സമയത്ത് പേഷ്യൻസ് മലം പോകുമ്പം ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുരു പോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ മലം പോയി കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകുന്നുള്ളതായിരിക്കും അവരുടെ സിംറ്റംസ്. ഇനി അടുത്ത സ്റ്റേജ് ഒരു സ്റ്റേജ് 4 പൈൽസൊക്കെ ആണെങ്കിൽ ഇതെല്ലാ സമയവും മലം പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരു കുരുവായിട്ട് ഇങ്ങനെ പുറത്തേക്ക് താഴ്ന്നു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫുൾ ടൈം അതൊരു പുറത്തേക്ക് കുരുവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കാരണമുള്ള പെയിന്, ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. ആക്ച്വലി നമ്മളിപ്പോൾ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സർജൻസും എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒ പി ഡിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് നമ്മൾ പ്രോക്ടോസ്കോപ്പി എന്ന് പറയും. അപ്പോൾ അതൊരു മെറ്റാലിക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് നമ്മൾ മലദ്വാരത്തിൽ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഫിഷറാണോ, പൈൽസാണോ, ഫിസ്റ്റുലയാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ താഴെയുള്ള ഒരു 4 to 5 സെൻറ്റിമീറ്റർ ഏനൽ കനാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പൈൽസും ഫിഷറൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അതന്നെ മോർ ദാൻ ഇനഫാണ്. ഇനി അഥവാ പൈൽസിലെ എല്ലാ പേഷ്യൻസിനെയും നമുക്ക് കൊളോണോസ്കോപ്പിക്ക് വിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു 50 കഴിഞ്ഞ രോഗികൾ പൈൽസായിട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അവരുടെ ഫാമിലിയിൽ വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങളുണ്ട്, വൻകുടൽ മുഴകൾ, അവരുടെ ഫാമിലി ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൊളോണോസ്കോപ്പിക്ക് സെൻഡ് ചെയ്യണം. പിന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ് ബ്ലീഡിങ്, പേഷ്യൻറ്റിന് നല്ല ബ്ലീഡിങ് ഉണ്ട്, ഹീമോഗ്ലോബിനൊക്കെ നല്ല ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ്. പക്ഷെ നമ്മൾ ഈ എക്സാമിൻ ചെയ്ത് നോക്കുമ്പം ഇവർ പറയുന്ന അത്രയും ബ്ലീഡിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ഗ്രേഡ് ഹെമറോയിഡ് നമുക്കുള്ളിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊളോണോസ്കോപ്പിക്ക് വിടണം. അത് പിന്നെ ബ്ലീഡിങ്ങിൻ്റെ സോഴ്സ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പം നമ്മളൊരു ട്യൂബ് ഇട്ട് ഏകദേശം വൻകുടലിൻ്റെ എല്ലാ ഭാഗവും ചെറുകുടലിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അതൊരു ക്യാമറയിൽ ഘടിപ്പിച്ച് അതൊരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും വ്യത്യാസങ്ങളോ മുഴയോ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ബയോപ്സി എടുക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന എന്തൊക്കെയോ ഫുഡ് കഴിച്ചിട്ട് വരുന്നു പൈൽസ് എന്നാണ് നമ്മുടെ സൊസൈറ്റി വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ ബവൽ ഹാബിറ്റ്സ് ആണ് അതിൻ്റെ പ്രശ്നം. ബവൽ ഹാബിറ്റ്സ്. അപ്പോൾ ബവൽ ഹാബിറ്റ്സ് ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ഫുഡാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ പറയാം. പക്ഷേ മെയിൻലി നമ്മുടെ ബവൽ ഹാബിറ്റ്സ്, അത് കോൺസ്റ്റിപ്പേഷൻ തന്നെ ആവണമെന്നില്ല. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഡയേറിയ,
രണ്ടാണെങ്കിലും പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ വരുമ്പം ബാത്റൂമിൽ പോയി സ്ട്രെയിൻ ചെയ്ത് മുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വെയിൻസിന് ബൾജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇൻ്റർമീഡിയറ്റ് ഡയറി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എപ്പോഴും അവിടെ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മുടെ ഈ വെയിൻസിന് ബൾജ്, ഈ ഹെമറോയിഡ്സ് ആയിട്ട് പുറത്തേക്ക് വരാം. പിന്നെ ഉള്ളത് ഹൈ റിസ്ക് ആൾക്കാർ ആർക്കൊക്കെ വരാം എന്നുള്ളതാണ്. പ്രഗ്നൻറ്റ് ഫീമെയിൽസിന് അത് നമ്മുടെ ഫീറ്റസിൻ്റെ വെയിറ്റ് കാരണം അതൊരു പ്രഷർ പോലെ, ഒരു സമ്മർദ്ദം പോലെ താഴേക്കായിട്ട് ഹെമറോയിഡ്സ് വരാം. പിന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഒരു 60 കഴിഞ്ഞ മെയിൽസ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പം യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ അത് സ്ട്രെയിൻ ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രഷർ താഴോട്ടേക്ക് വന്നിട്ടും ഹെമറോയിഡ്സ് വരാം. ക്രോണിക് ആയിട്ട് ചുമ ഉള്ള ആൾക്കാർ, വിട്ടുമാറാത്ത ചുമ, അങ്ങനെ ചുമക്കുമ്പോഴും ഇതെല്ലാം താഴോട്ടേക്ക് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നോർമലി നമ്മുടെ ഉള്ളിലുള്ള ഈ വെയിൻസ് പ്രഷർ കൊടുക്കുമ്പം താഴേക്ക് ഒരു വീക്കമായിട്ട് വരുന്നതിനാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും, എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈഡ്രേഷൻ. ഒരു 6 to 8 glasses ഓഫ് വാട്ടർ ഡെയിലി നമ്മുടെ ഇൻടേക്കായിട്ട് ഹൈഡ്രേഷൻ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബവൽ ഹാബിറ്റ്സ് ക്രമീകരിക്കാനുള്ള ഫുഡ് നമ്മൾ കഴിക്കുക. അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. അപ്പോൾ ഫൈബർ റിച്ച് ഡയറ്റ് ഒരാൾക്ക് ഏകദേശം ഒരു ദിവസം ഒരു മാക്സിമം ഓഫ് 30 grams per day ഫൈബർ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു 30 grams per day ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുക ഡയറ്റിൽ. അതെല്ലാം ഒരുമിച്ച് അറ്റ് എ ടൈം കഴിക്കാനല്ല, എല്ലാ മീലിലും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഫൈബർ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സോഴ്സ് ഓഫ് ഫൈബർ. ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോലോടുകൂടി കഴിക്കാനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ആപ്പിൾ, ഗ്രേപ്സ്. വെജിറ്റബിൾസിലാണെങ്കിൽ എല്ലാ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ചീര, ലെറ്റ്യൂസ്, ബ്രൊക്കോളി, ക്യാബേജ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഹോൾ ഗ്രെയിൻസ്, ഇപ്പോൾ ചോറൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അൺപോളിഷ്ഡ് റൈസ് കഴിക്കുക. പിന്നെ ഓട്സ് ഇൻക്ലൂഡ് ചെയ്യാം, ഹൈലി ഫൈബർ റിച്ച് ആണ്. പിന്നെ നമുക്ക് പയറ് വർഗ്ഗങ്ങൾ, ബീൻസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മൾ മീറ്റ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ചിക്കൻ, ബീഫൊക്കെ. ഇപ്പോൾ ചിക്കൻ കഴിക്കുന്നത് വലിയ കുഴപ്പമില്ല, അങ്ങനെയല്ല, തീരെ ഫൈബർ ഇല്ലാത്ത സാധനമല്ല ചിക്കൻ. അപ്പോൾ ചിക്കൻ നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി കുറച്ചാൽ മതി. വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കഴിക്കുക. ഈ പ്രോസസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രോസ്റ്റ് ചിക്കൻ, സ്മോക്ഡ് ചിക്കൻ അതൊക്കെ ഒഴിവാക്കുക. ഇനി ബീഫിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഫ് ശരിക്കും ഫൈബർ ഇല്ല, ഫൈബർ കണ്ടൻറ്റ് ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ നമുക്ക് ഡൈജഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കും. അപ്പോൾ ബീഫ് ഈ ഫ്ലെയറപ്പിൻ്റെ സമയത്ത് മാക്സിമം ഒഴിവാക്കും. പിന്നെ ഉള്ളത് മുട്ടയാണ്. മുട്ട എല്ലാവരും ചോദിക്കും മുട്ട കഴിക്കാൻ പറ്റുമോ. മുട്ടയും പ്രോട്ടീൻ റിച്ച് ആണ്, പക്ഷേ ഫൈബർ ഇല്ലാത്ത സാധനമാണ്. പക്ഷേ ഒരു എഗ് യോക്ക് അല്ലെങ്കിൽ ഒരു എഗ്ഗ് പെർ ഡേ കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ പ്രോട്ടീൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എഗ് യോക്ക് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ പൈൽസും ഫിഷറുമാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ പൈൽസിനാണെങ്കിൽ സർജറിയാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഡ്രഗ്സ്, ടാബ്ലറ്റ്സ് കഴിച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജസ് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റേജ് 1, 2 ആണ്, ബ്ലീഡിംഗ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യണമെന്നില്ല. നമുക്ക് ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടാബ്ലറ്റ്സ് ഉണ്ട്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പിന്നെ കുരുവായിട്ട് ശരിക്കും പുറത്തേക്ക് വരുന്നുണ്ട്, സ്റ്റേജ് 3, 4 ബ്ലീഡിങ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് സർജറിയാണ്. ഇപ്പോൾ സർജറി എന്ന് പറയുമ്പം ശരിക്കും മുമ്പത്തെ കാലങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും കുരു കട്ട് ചെയ്യുന്ന പോലെ അവിടെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം വലിയ മുറിവായിരിക്കും, നല്ല പെയിൻ ആയിരിക്കും, നമുക്ക് ഓരോ പ്രാവശ്യവും ബാത്റൂമിൽ പോയി വരുമ്പോഴും പെയിൻ ആയിരിക്കും, ഒരുപാട് ദിവസം എടുക്കും അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ സെക്കൻഡ് ഓപ്ഷൻസ് ആണ്, നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ സ്റ്റേപ്ലർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഏത് ഗ്രേഡാണോ, എന്താണ് നിങ്ങളുടെ സിംറ്റംസ്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ ലേസർ ആണെങ്കിൽ എല്ലാം നമ്മൾ അനസ്തേഷ്യയിലാണ് ചെയ്യുക. അപ്പോൾ ലേസർ ആണെങ്കിൽ നമ്മൾ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ ലേസർ രശ്മികൾ അങ്ങോട്ടേക്ക് അടിച്ച് ഈ വെയിൻസ്, ഞാൻ പറഞ്ഞല്ലോ വെയിൻസാണ്, നരമ്പുകളെ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടണമെന്നില്ല. ലൈക്ക് ഇമ്മീഡിയറ്റ് ലേസർ കൊടുത്ത പാടെ അത് ചുരുങ്ങി പോകണമെന്നില്ല. വരും ദിവസം കമ്മിങ് ഡേയ്സിൽ അത് കുറച്ചായിട്ട് ചുരുങ്ങി പോവുക ചെയ്യും.